ഒരു കാര്യം മനസ്സിലാക്കണം, ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടതല്ലേ. അത് എന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ പ്രദേശത്തെയോ ബാധിക്കുന്നതല്ല എന്ന ലാഘവത്തോടുകൂടി അത് സമ്മതിച്ചു കൊടുത്താൽ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് കാശിയിലെയും മധുരയിലെയും പള്ളിയടക്കം ആയിരക്കണക്കിന് പള്ളികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് തകർക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നിരന്തരമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം പള്ളികൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷം നാം ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോടതിയിൽ സമീപിച്ചാൽ ആ കോടതി റെഫർ ചെയ്യാൻ പോകുന്നത് ആധാരം നിങ്ങളുടെ കയ്യിലാണ്, പള്ളി നിങ്ങളുടേതാണ്, ആരാധന നടത്തിയതിന് തെളിവുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും വിശ്വാസമാണ് പ്രധാനം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ ഈ വിധി റെഫർ ചെയ്തുകൊണ്ട് കേസിൽ വിധി പറയുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പമുള്ള സംഘടനകൾ ബാബരി മസ്ജിദിന്റെ വിധി വെറുമൊരു ബാബരി മസ്ജിദിന്റെ കേസിൽ നിൽക്കുന്നതല്ല, അത് ഇന്ത്യ രാജ്യത്തെ ആയിരക്കണക്കിന് ആരാധനാലയങ്ങളുടെ ഭീഷണിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയാൻ കാരണം. പലരും പറയും അതങ്ങ് വിട്ടുകൊടുത്താൽ പോലെ, ഒരു പള്ളിയല്ലേ, അതിത്ര വലിയ കാര്യമാക്കണോ? ഇങ്ങനെ വളരെ നിസ്സാരമായ രീതിയിൽ ആളുകളെ സമീപിക്കുമ്പോൾ ഈ വിധിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.